യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള നയതന്ത്ര ഇടപെടലുകൾ തകൃതമായി നടക്കുന്നതിനിടയിലും യുക്രൈൻ തലസ്ഥാനമായ കീവിന് നേരെ റഷ്യ രൂക്ഷമായ വ്യോമാക്രമണം നടത്തിയത് ലോകരാഷ്ട്രീയത്തിൽ വീണ്ടും ഞെട്ടലുളവാക്കിയിരിക്കുകയാണ്. ഫ്ലോറിഡയിൽ യുക്രൈനും അമേരിക്കയുമായി സമാധാന ശ്രമങ്ങൾക്കായുള്ള സുപ്രധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിന് ഇടയിലാണ് ഒരു രാത്രിയിൽ മാത്രം 653 ഡ്രോണുകളും 51 മിസൈലുകളും ഉപയോഗിച്ച് കനത്ത ആക്രമണം അഴിച്ചുവിട്ടത്. ഈ ആക്രമണം യുക്രൈനിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സൈനിക വ്യവസായ കേന്ദ്രങ്ങൾക്കും ഊർജോൽപാദന മേഖലകൾക്കും നേരെയാണ് പ്രധാനമായും നടന്നതെന്ന് റഷ്യൻ അധികൃതർ ഔദ്യോഗികമായി പ്രതികരിക്കുകയുണ്ടായി. ഈ കനത്ത പ്രഹരം സമാധാന ചർച്ചകളുടെ ഭാവിയെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശങ്കകൾ ഉയർത്തിയിരിക്കുന്നു. കീവിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രധാന നഗരമായ ഫാസ്റ്റീവിൽ ആക്രമണം കനത്ത നാശനഷ്ടങ്ങൾ വിതച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ നഗരത്തിലെ റെയിൽവേ ഹബ്ബ് ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ പ്രധാനപ്പെട്ട സ്റ്റേഷൻ കെട്ടിടം പൂർണ്ണമായും തകർന്നു വീണു. യുക്രൈനിലെ 8 മേഖലകളിലായി റഷ്യൻ ആക്രമണത്തെ തുടർന്ന് വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലച്ചതായി യുക്രൈൻ അധികൃതർ അറിയിച്ചു. രാജ്യത്തിന്റെ ഊർജോൽപാദന മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് മോസ്കോ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. തന്ത്രപരമായ നീക്കങ്ങളിലൂടെ യുക്രൈനിന്റെ തിരിച്ചടി ശേഷി ഇല്ലാതാക്കാനുള്ള റഷ്യൻ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ കനത്ത വ്യോമാക്രമണത്തെ ലോകരാഷ്ട്രങ്ങൾ വിലയിരുത്തുന്നത്. റഷ്യയുടെ ഈ നടപടിയെ ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ശക്തമായി അപലപിച്ചു. സമാധാനത്തിന്റെ പാതയിലേക്ക് റഷ്യയെ കൊണ്ടുവരാൻ ഇനിയും ശക്തമായ അന്താരാഷ്ട്ര സമ്മർദ്ദം ആവശ്യമാണെന്ന് അദ്ദേഹം എക്സിലെ കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനായി മാക്രോൺ തിങ്കളാഴ്ച ലണ്ടനിലേക്ക് യാത്ര തിരിക്കും. യുക്രൈൻ, ബ്രിട്ടൻ, ജർമ്മനി അടക്കമുള്ള പ്രധാന സഖ്യകക്ഷികളെ ഉപയോഗിച്ച് റഷ്യക്കെതിരായ സമ്മർദ്ദം ശക്തിപ്പെടുത്താനാണ് ഫ്രാൻസിന്റെ ശ്രമമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ മറുവശത്ത് ആക്രമണം ശക്തമാകുന്നത് റഷ്യയുടെ ഇരട്ടത്താപ്പായാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. സമാധാനത്തിനായുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രമങ്ങളെ റഷ്യൻ നടപടികൾ അട്ടിമറിക്കുന്നു എന്ന വിമർശനവും ശക്തമായി ഉയരുന്നുണ്ട്. യുക്രൈൻ ജനതയുടെ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാക്കുകയാണ് ഇത് ചെയ്യുന്നത്. തകർന്നടിഞ്ഞ റെയിൽവേ സ്റ്റേഷനുകളും വൈദ്യുത ബന്ധം നഷ്ടപ്പെട്ട മേഖലകളും ശീതകാലത്തിന്റെ കാഠിന്യത്തിൽ യുക്രൈൻ ജനതയുടെ ദുരിതം വർദ്ധിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നത് വഴി യുക്രൈനെ കീഴടക്കുക എന്ന തന്ത്രമാണ് റഷ്യൻ സൈന്യം സ്വീകരിക്കുന്നതെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിക്കുന്നത്. അതേസമയം തങ്ങളുടെ ലക്ഷ്യം സൈനികമായി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ മാത്രമാണെന്നും സാധാരണ ജനങ്ങളെ ലക്ഷ്യമിടുന്നില്ലെന്നും റഷ്യ ആവർത്തിക്കുന്നുണ്ടെങ്കിലും ആക്രമണത്തിൽ സാധാരണക്കാരുടെ കെട്ടിടങ്ങൾക്കും പാർപ്പിട മേഖലകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഫ്ലോറിഡയിൽ നടന്ന ചർച്ചകൾ അതിസങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. യുദ്ധത്തിന്റെ പൂർണ്ണമായ വിരാമം, റഷ്യൻ സൈന്യത്തിന്റെ പിന്മാറ്റം, യുക്രൈനിന്റെ പരമാധികാരം ഉറപ്പാക്കാൻ തുടങ്ങിയ വിഷയങ്ങളിൽ അമേരിക്കയും യുക്രൈനും ശക്തമായ നിലപാടെടുക്കുമ്പോൾ റഷ്യ നിലവിൽ പിടിച്ചടക്കിയ പ്രദേശങ്ങളെക്കുറിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു. ഈ നയതന്ത്രപരമായ സ്തംഭനത്തിനിടയിലാണ് റഷ്യ തങ്ങളുടെ സൈനിക ശേഷി പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് യുക്രൈനെതിരെ കടുത്ത ആക്രമണം നടത്തുന്നത്. ചർച്ചാ മേശയിലെ തങ്ങളുടെ നില ഭദ്രമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ നീക്കമായി ഇതിനെ വിദഗ്ധർ വിലയിരുത്തുന്നു. കനത്ത വ്യോമാക്രമണം നടത്തി യുക്രൈനിന്റെ പ്രതിരോധ ശേഷി ചോർത്തി തുടർന്ന് ദുർബലമായ ഒരു സ്ഥാനത്ത് നിന്ന് ചർച്ചകൾക്ക് വരാൻ യുക്രൈനെ നിർബന്ധിക്കുക എന്നതാണ് റഷ്യയുടെ ലക്ഷ്യമെന്നും കരുതപ്പെടുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി എന്നിവർ രാജ്യങ്ങളുടെ നടപടികളെ ഒരുപോലെ അപലപിക്കുകയും യുക്രൈന് കൂടുതൽ സൈനിക സാമ്പത്തിക സഹായങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. മാക്രോണിന്റെ ലണ്ടൻ സന്ദർശനവും തുടർന്ന് നടക്കാനിരിക്കുന്ന കൂടിയാലോചനകളും യൂറോപ്പിന്റെ റഷ്യൻ വിരുദ്ധ സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോസ്കോയുടെ മേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെയും യുക്രൈന് ദീർഘദൂര മിസൈലുകൾ അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നൽകുന്നതിലൂടെയും സമ്മർദ്ദം വർദ്ധിപ്പിക്കാനാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും നീക്കം. എന്നിരുന്നാലും യുദ്ധം 1 വർഷത്തിലേറെയായി തുടരുന്ന ഈ സാഹചര്യത്തിൽ റഷ്യയുടെ ആക്രമണത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതോ യുദ്ധം അവസാനിപ്പിക്കുന്നതിനോ നിലവിലെ സമ്മർദ്ദ തന്ത്രങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നതിൽ സംശയമുണ്ട്. കീവിലുണ്ടായ ഈ കനത്ത ആക്രമണം റഷ്യൻ സൈന്യം തങ്ങളുടെ ആക്രമണത്തിന്റെ സ്വഭാവം മാറ്റിയിരിക്കുന്നു എന്നതിന്റെ സൂചന നൽകുന്നുണ്ട്. ജനവാസ മേഖലകളോടൊപ്പം തന്നെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർത്തുകൊണ്ട് യുക്രൈൻ ജനതയുടെ മനോവീര്യം തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഇവയെല്ലാം. കഴിഞ്ഞ മാസം മാത്രം റഷ്യ യുക്രൈൻ അതിർത്തി കടന്ന് 300-ലധികം ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒറ്റ രാത്രിയിൽ 653 ഡ്രോണുകളും 51 മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് ഈ യുദ്ധത്തിന്റെ പുതിയ ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ
ഫ്ലോറിഡയിലെ ചർച്ചകൾ ഏതെങ്കിലും തരത്തിലുള്ള സമവായത്തിൽ എത്താനുള്ള സാധ്യത വളരെ കുറവാണെന്നും യുദ്ധം കൂടുതൽ കാലം നീണ്ടു നിൽക്കുമെന്ന ആശങ്കയും ശക്തിപ്പെടുന്നു. യുക്രൈൻ സൈന്യം ഈ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ഡ്രോണുകളുടെയും മിസൈലുകളുടെയും എണ്ണം വളരെ കൂടുതലായതിനാൽ എല്ലാ ലക്ഷ്യങ്ങളും തകർക്കാൻ സാധിച്ചില്ല. യുക്രൈനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും താങ്ങാൻ കഴിയാത്തത്ര വലിയ ആക്രമണമാണ് റഷ്യ ഒറ്റയടിക്ക് നടത്തിയത്. റഷ്യൻ ആക്രമണത്തിന്റെ ഈ രീതി അന്താരാഷ്ട്ര സൈനിക വിദഗ്ധരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കൂടുതൽ സൈനിക സഹായങ്ങൾ യുക്രൈന് നൽകേണ്ടതിന്റെ അനിവാര്യതയിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നതും. അമേരിക്കയും സഖ്യകക്ഷികളും യുക്രൈനിന് കൂടുതൽ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് നൽകിയില്ലെങ്കിൽ റഷ്യയുടെ ഈ ആക്രമണം യുക്രൈനിനെ കൂടുതൽ ദുർബലപ്പെടുത്തും എന്ന ഭയം നിലനിൽക്കുന്നുമുണ്ട്. ഫ്രാൻസ് പ്രസിഡന്റ് മാക്രോൺ അടക്കമുള്ള ലോക നേതാക്കൾ സമാധാന ശ്രമങ്ങൾക്കായുള്ള തങ്ങളുടെ പ്രതിബദ്ധത ആവർത്തിക്കുമ്പോഴും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാടുകൾ കടുക്കുകയാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം തങ്ങളുടെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു അനിവാര്യമായ നടപടിയാണ്. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായം ഉടൻ ഉണ്ടാകാനുള്ള സാധ്യത വിദൂരമാണ്. കീവിന് നേരെ ഉണ്ടായ കനത്ത വ്യോമാക്രമണം അന്താരാഷ്ട്ര നയതന്ത്രത്തിന് മേലുള്ള റഷ്യയുടെ വെല്ലുവിളിയാണ് ഉയർത്തിക്കാണിക്കുന്നത്. സമാധാന ചർച്ചകളെ ബലഹീനമാക്കാനും തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും റഷ്യ ഒരേ സമയം ശ്രമിക്കുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഈ ആക്രമണത്തിലൂടെ പുറത്തു വരുന്നത്. വരും ദിവസങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ യുദ്ധത്തിന്റെ ഗതിയെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും.